ലോകമൊന്നാകെ ഭാരതത്തിൽ കേരളത്തിൽ തിരുവനന്തപുരത്തേക്ക് ഉറ്റുനോക്കുകയാണ്. അതെ, വിഴിഞ്ഞം ഹാർബറിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമർപ്പിച്ചപ്പോൾ വഴി തുറന്നത് രാജ്യം കണ്ട ഏറ്റവും വലിയ വികസന പദ്ധതിക്കാണ്. മുഖ്യമന്ത്രിയുടെയും ഗൗതം അദാനിയുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിലായിരുന്നു കമ്മീഷനിംഗ്. പോർട്ട് ഓപ്പറേഷൻ സെന്റർ നടന്നു കണ്ട ശേഷം 11 മണിയോടെ മോദി ഉദ്ഘാടന വേദിയിലെത്തി. പഹൽഗാം ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗം ആരംഭിച്ചത്. നാടിന്റെ ഒരുമയും ജനങ്ങളുടെ ഐക്യവുമാണ് ഇത്തരത്തിൽ പദ്ധതികൾ നടപ്പാക്കാൻ കരുത്താകുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 3-ാം മിലേനിയത്തിലേക്കുള്ള രാജ്യത്തിന്റെ മഹാകവാടം തുറക്കലാണ് വിഴിഞ്ഞം കമ്മീഷനിങ്ങിലൂടെ നടക്കുന്നതെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. തുറമുഖത്തിന്റെ ശില്പിയെന്നും കാലം കരുതിവെച്ച കർമ്മയോഗിയെന്നും പുകഴ്ത്തിയാണ് മുഖ്യമന്ത്രിയെ മന്ത്രി VN വാസവൻ സ്വാഗതം ചെയ്തത്. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ മൾട്ടി മോഡൽ ഹബ്ബായാണ് വിഴിഞ്ഞം പൂർത്തിയാകുന്നത്. ദേശീയപാത 66ലേക്ക് ചുരുങ്ങിയ സമയത്തിൽ പ്രവേശനം സാധ്യമാക്കുന്ന റോഡ് കണക്ടിവിറ്റി, ഭാവിയിലെ വർദ്ധിച്ച ചരക്ക് ഗതാഗതം സുഗമമാക്കാൻ കേരളത്തിലെ ആദ്യത്തെ ക്ലോവർ ലീഫ് ഇന്റർചേഞ്ച് എന്നിവ ഈ പദ്ധതിയുടെ ഭാഗമായി ഒരുങ്ങും. നിർമ്മാണം ഉടൻ ആരംഭിക്കുന്ന റെയിൽപാത രാജ്യത്തിന്റെ റെയിൽ ശൃംഖലയുമായി തുറമുഖത്തെ നേരിട്ട് ബന്ധിപ്പിക്കും. തുറമുഖത്ത് നിന്നും കേവലം 15 കിലോമീറ്റർ ദൂരമുള്ള തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം തുറമുഖത്തിന്റെ സംയോജിത കണക്ടിവിറ്റി പൂർണ്ണമാക്കുകയും ചെയ്യും. ഇത്രയും വലിയൊരു പദ്ധതിയുടെ പിതൃത്വം ഏറ്റെടുക്കാൻ സംസ്ഥാന സർക്കാർ ഇപ്പോൾ നന്നായി പരിശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ചില വസ്തുതകൾ നിങ്ങളെ അറിയിക്കണമല്ലോ, അതിനാണ് ഇത്രയും പറഞ്ഞത്. വിഴിഞ്ഞം തുറമുഖത്തിനായി സംസ്ഥാന സർക്കാർ എത്ര തുക നൽകി? വിഴിഞ്ഞം തുറമുഖത്തിന്റെ 1-ാം ഘട്ട നിർമ്മാണ ചെലവ് 88,067 കോടി രൂപയാണ്. അതിൽ സംസ്ഥാന സർക്കാർ വിഹിതം 55,095 കോടി രൂപയും, അദാനിയുടെ വിഹിതം 2,454 കോടി രൂപയും, കേന്ദ്ര സർക്കാർ വിഹിതം 817 കോടി രൂപയുമാണ്. നിലവിൽ ഈ 817 കോടി രൂപ സംസ്ഥാന സർക്കാർ അടച്ചു തീർക്കേണ്ട ലോൺ ആക്കി മാറ്റണമെന്ന നിബന്ധനയാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ തുറമുഖ നിർമ്മാണ കമ്പനിക്ക് സംസ്ഥാന സർക്കാർ വിഹിതമായ 5,585 കോടി പൂർണ്ണമായും നൽകിയിട്ടില്ലെന്ന് തുറമുഖ മന്ത്രി VN വാസവന്റെ നിയമസഭാ മറുപടിയിൽ നിന്ന് വ്യക്തമാണ്. തുറമുഖ നിർമ്മാണത്തിനായി 884.38 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ അദാനി കമ്പനിക്ക് നാളിതുവരെ നൽകിയിരിക്കുന്നത് എന്നാണ് VN വാസവൻ തന്നെ നിയമസഭയിൽ വ്യക്തമാക്കിയത്. 2024 ജൂണിൽ VN വാസവൻ നൽകിയ മറുപടിയിലാണ് 884.38 കോടിയാണ് സർക്കാർ നൽകിയത് എന്ന വിവരം പുറത്തുവരുന്നത്. വാസവന്റെ മറുപടിയിൽ നാണം കെട്ടു നിൽക്കുകയാണ് ധനമന്ത്രി KN ബാലഗോപാൽ. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ വിഴിഞ്ഞത്തിനോടും ബാലഗോപാൽ മുഖം തിരിച്ചു എന്ന് കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കമ്പനി നിരന്തരം വാഗ്ദാനം ചെയ്ത പണം ആവശ്യപ്പെട്ട് സർക്കാരിനെ സമീപിച്ചിരുന്നു. ഒടുവിൽ 2024 ഓഗസ്റ്റ് അവസാനത്തോടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ കമ്പനിക്ക് നബാർഡ് വഴി 2,200 കോടി രൂപ വായ്പ നൽകി. നബാർഡിന്റെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയിൽപ്പെടുത്തിയാണ് വായ്പ നൽകിയത്. 8.40% വാർഷിക പലിശ കണക്കാക്കിയാണ് നബാർഡ് വായ്പ നൽകിയതും. 2 വർഷം മൊറട്ടോറിയവുമുണ്ട്. 2,200 കോടിയുടെ തിരിച്ചടവ് അടുത്ത സർക്കാരിന്റെ കാലത്ത് മാത്രമേ തുടങ്ങുകയുള്ളൂ എന്നതും വ്യക്തം. 15 വർഷം കൊണ്ട് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ കമ്പനി വായ്പ തിരിച്ചടയ്ക്കുകയും ചെയ്യും. അപ്പോൾ എവിടെയാണ് സംസ്ഥാന സർക്കാരിന് ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ സാധിക്കുന്നത്?